എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഋഷിപരമ്പരയുടെ പദകമലങ്ങളിലും ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ശക്തിസ്വരൂപിണിയായ ജഗദംബയുടെ പദകമലങ്ങളിലും സേവനം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മാരാമ പദവിയിലേക്ക് ഉയർന്നെത്തിയ ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ധന്യമായ ഈ തിരുമുറ്റത്ത് ഒത്തുചേർന്നിരിക്കുന്ന നിങ്ങളുടെ മനസ്ഥിതികളിലും ഒരു ഭഗവത് വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചുകൊള്ളുന്നുണ്ട്. ചെറുകുട ആഞ്ജനേയ ആശ്രമത്തിന്റെ 4ാമത് വാർഷികത്തോടനുബന്ധിച്ച് തുടക്കം കുറിച്ച ശ്രീരാമരഥയാത്ര മുൻ നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഒരുപാട് വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനാദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും വിവിധ പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നറിയാം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഒരു വാഹനമായതുകൊണ്ട് റോഡിന്റെ പരിതസ്ഥിതിയും ട്രാഫിക് ബ്ലോക്കും മറ്റ് സ്ഥലങ്ങളിലെ സ്വീകരണ പരിപാടികൾ വൈകിയതും ഒക്കെ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി അല്പസമയം എൻ്റെ കൂടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ഇവിടെ സമയം വൈകി എന്നുള്ളത് പറയാതെ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞു ചെറുഭാഷണം ഉണ്ടായിരിക്കും എന്ന് 2 തവണ പറഞ്ഞപ്പോൾ തന്നെ ബോധ്യമായി സമയം വൈകിയിട്ടുണ്ട് എന്ന്. ആരെയും കുറ്റം പറയാനല്ല, നമ്മളെല്ലാവരും പല തിരക്കുകൾ കൊണ്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും സാഹചര്യവശാൽ സംഭവിച്ചു പോയതാവട്ടെ ആണ് എന്ന് അറിയിക്കുന്നു. ഇത്രയും സമയം 2 മണിക്കൂർ ഭജന പാടാൻ വേണ്ടി, അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഭജനയ്ക്ക് വന്ന അവരെ കൊണ്ട് 2.5 മണിക്കൂർ പാടിപ്പിച്ചതാണ് ഈ വർഷത്തെ രാമരഥയാത്രയുടെ വിജയം, അല്ലേ? ആ 1.5 മണിക്കൂർ ഭജന കേൾക്കാൻ വേണ്ടി വന്നിരുന്ന നിങ്ങളെ കൊണ്ട് 2.5 മണിക്കൂർ ഭജന കേൾപ്പിച്ചതാണ് ഈ രാമരഥത്തിന്റെ വിജയം. ശരിയോ തെറ്റോ? ആലോചിച്ചു. തമാശയായിട്ട് പറയുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചു അടുത്ത വർഷം രാമരഥം വരുന്ന സമയത്ത് അത് 3 മണിക്കൂർ ഭജന കേൾപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് കരുതണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോയിട്ട് ഭക്ഷണം പാചകം ചെയ്യാനും ഇവിടെ ഭക്ഷണം ഉണ്ടോ ക്ഷേത്രത്തിൽ? സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഭക്ഷണം എവിടെയുണ്ട്, അതുകൊണ്ട് ഇനി വീട്ടിൽ പോയിട്ട് ബുദ്ധിമുട്ടേണ്ടതില്ല എന്നുള്ളത് ക്ഷേത്ര പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്പസമയം നമ്മുടെ കൂടെ ചില കാര്യങ്ങൾ പറയാൻ, അത് കേൾക്കാൻ തയ്യാറാണോ അതോ തിരക്കുണ്ടോ? അല്പസമയം എന്റെ കൂടെ ഇരിക്കാൻ പറ്റുന്ന ആളൊന്ന് കൈവെക്കും. എത്ര പേരുണ്ട് നോക്കട്ടെ. സന്തോഷം. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജന്മദിനമാണ് ഈ വരുന്ന ഏപ്രിൽ മാസം 6-ാം തീയതി ശ്രീരാമനവമി. ആ ശ്രീരാമനവമിക്ക് മുന്നോടിയായിട്ട് ചെറുകോട് ആഞ്ജനേയാശ്രമത്തിൽ നിന്ന് എല്ലാ വർഷവും ശ്രീരാമ ജയന്തിക്ക്, ശ്രീരാമനവമിക്ക് ആഞ്ജനേയ സ്വാമിയുടെ സങ്കല്പം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആശ്രമമായ ആഞ്ജനേയ ആശ്രമത്തിൽ നിന്ന് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ജ്യോതിയെ അല്ലെങ്കിൽ ദീപത്തെ ഒരു രഥത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആഞ്ജനേയ സ്വാമി അയോധ്യയാകുന്ന ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിലേക്ക് യാത്ര തിരിക്കുന്നതാണ് ഈ രഥയാത്ര. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമമാണ് ആഞ്ജനേയ ആശ്രമത്തിന്റെ ഗുരുസ്ഥാനം. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമ സ്ഥാപകാചാര്യനായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ അദ്ദേഹം 1920-ലാണ് ശ്രീരാമദാസ് ആശ്രമം സ്ഥാപിക്കുന്നത്. 105 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ശ്രീരാമദാസ് ആശ്രമത്തിലെ പരമാചാര്യനായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ സമാധി ക്ഷേത്രത്തിൽ നിന്ന് 2021 ഏപ്രിൽ മാസം 22-ാം തീയതി പകർത്തിയെടുത്ത ഭദ്രദീപമാണ് ആഞ്ജനേയ ആശ്രമത്തിൽ ചൈതന്യമായിട്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗുരുസ്ഥാനത്ത് ശ്രീരാമനവമി ദിനത്തിൽ അഥവാ ശ്രീരാമന്റെ ജന്മദിനത്തിൽ ആഞ്ജനേയ സ്വാമി അയോധ്യയിലേക്ക് ഭഗവാന്റെ ജന്മദിന ആഘോഷത്തിൽ എത്തുന്ന സങ്കല്പത്തിലാണ് ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തിൽ നിന്ന് ശ്രീരാമരഥം എല്ലാ വർഷവും തിരുവനന്തപുരത്തേക്ക് ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിലേക്ക് പ്രയാണം നടത്തുന്നത്. ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തെ ഹിമാലയമായി സങ്കല്പിച്ചുകൊണ്ട്, ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തെ അയോധ്യയായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, നമുക്കറിയാം രാമായണത്തില് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് പട്ടാഭിഷേകം കഴിഞ്ഞു കഴിയുമ്പോൾ പട്ടാഭിഷേകത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിയോട് ചോദിക്കും, എന്താണ് നിനക്ക് ഞാൻ തരേണ്ടത്? ആഞ്ജനേയൻ പറയും, നിൻ തിരുനാമമുള്ളിടത്തോളം കാലം ജീവിക്കണമെന്നുള്ള അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹിമാലയത്തിലേക്ക് തപസ്സിന് പോകുന്ന ആഞ്ജനേയനെ രാമായണത്തിൽ നമ്മൾ കണ്ടു. ചെന്നു ഹിമാലയം പൊക്കൂ തപസ്സിനായി എന്നാണ് രാമായണത്തിലെ വരി. ഈ ഒരു സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ടാണ് 2021 ശ്രീരാമനവമി ദിനത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് പട്ടാഭിഷേകം കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്?
അങ്ങയുടെ തിരുനാമം ഉള്ളിടത്തോളം അത് കേട്ട് ജീവിക്കാനുള്ള അനുമതി നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്ന് ഹിമാലയം പൊക്കൂ തപസ്സിനായി എന്ന സങ്കല്പത്തിൽ ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തിലേക്ക് അഥവാ ഹിമാലയത്തിലേക്ക് വന്ന സങ്കല്പത്തിലാണ് ആഞ്ജനേയ ആശ്രമം രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിൽ വസിക്കുന്ന ആഞ്ജനേയൻ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജന്മദിനത്തിൽ അയോധ്യയിലേക്ക് എത്തുക തീർച്ചയായിട്ടും വേണ്ട കാര്യമല്ലേ? ആണോ അല്ലയോ? ആലോചിച്ച് നോക്കൂ. ആ ഒരു സങ്കല്പം കൊണ്ടാണ് എല്ലാ വർഷവും രാമനവമി ദിനത്തിൽ ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ നടക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ശ്രേഷ്ഠമായിട്ടുള്ള ചപ്രത്തിൻ അഭിഷേകം എന്ന ചടങ്ങിൽ അഥവാ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പട്ടാഭിഷേകം എന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആഞ്ജനേയ ആശ്രമത്തിൽ നിന്ന് ജ്യോതി സ്വരൂപമായിട്ടുള്ള ആഞ്ജനേയൻ പുറത്തേക്ക് പോകുന്നത്. കഴിഞ്ഞ 4 വർഷം അത്തരത്തിൽ ആഞ്ജനേയ ആശ്രമത്തിൽ നിന്ന് രാമനവമിയിൽ പങ്കെടുക്കുന്നതിന് ഭഗവാൻ യാത്ര തിരിച്ചെത്തി. എന്നാൽ ഈ വർഷം കുറച്ചുകൂടി വിപുലമായി ചിന്തിച്ചുകൊണ്ട് ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുന്ന ശ്രീരാമരഥം ഒരു സഞ്ചരിക്കുന്ന ക്ഷേത്രത്തിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് നോക്കൂ. ആ രഥത്തിലേക്ക് നിങ്ങളിത് കഴിഞ്ഞു പോകുന്ന സമയത്ത്, രഥത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രസാദം വാങ്ങുന്ന സമയത്ത് ആ രഥത്തെ പൂർണ്ണമായിട്ടൊന്ന് വീക്ഷിക്കണം. ഒരു മഹാക്ഷേത്രത്തിന് തുല്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. ഒരു ക്ഷേത്രത്തിന്റെ ഭൗതിക സമ്പത്തായിട്ടുള്ള പഞ്ചവർഗം, സോപാനം, കൊടിമരം, കൊടിക്കൂറ, വ്യാളീമുഖം തുടങ്ങി എന്തെല്ലാമാണോ ഒരു ക്ഷേത്രത്തിന് ഭൗതികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതെല്ലാം തന്നെ ആ രാമരഥത്തിലുണ്ട്. ഒരു ക്ഷേത്രമായാൽ അതിലൊരു പ്രതിഷ്ഠ വേണം, ശ്രീകോവില് വേണം. ഈ രാമരഥത്തിൽ ഒരു ശ്രീകോവിലുണ്ട്. ആ ശ്രീകോവിലിന്റെ അകത്ത് പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ള ശ്രീരാമസീത ആഞ്ജനേയ വിഗ്രഹമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ഒരു ആചാര്യനുണ്ട്, ഗുരുവുണ്ട്. ഈ രാമരഥത്തിൽ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെയും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെയും ഛായാചിത്രം ഈ രഥത്തെ നയിച്ചുകൊണ്ട് ഗുരുസങ്കല്പത്തിൽ നമ്മെ നയിക്കുന്നു, രഥത്തെ നയിക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ നമുക്കറിയാം ഉപദേവതയായിട്ട് ഗണപതിയുണ്ട്. ഈ രഥത്തിന്റെ മുൻവശത്ത് ഗണപതിയുടെ വിഗ്രഹമുണ്ട്. എല്ലാ ദിവസവും ഈ രഥം പുറപ്പെടുന്നതിന് മുമ്പ് ഗണപതി ഹോമം നടത്തിയിട്ടാണ് രഥം മുന്നോട്ട് ചലിക്കാറുള്ളത്. ഒരു ക്ഷേത്രത്തിൽ നമുക്കറിയാം ഒരു വിളക്കുണ്ടാകും. ഈ രഥത്തിൽ ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തിൽ നിന്ന് പകർത്തിയെടുത്ത ഭദ്രദീപം കെടാവിളക്കായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു നന്ദിഗ്രാമിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാദുകം വെച്ച് പൂജിച്ച ഭരതനെ സങ്കല്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ സങ്കല്പത്തിൽ ഒരു പാദുകം രഥത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉപരി ഈ ക്ഷേത്രത്തിന് കണക്കൊപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രമാകുന്ന രഥത്തിൽ 8 ദിക്കുകളിലായിട്ട് അഷ്ടലക്ഷ്മിമാരെയും 9 ദിക്കുകളിൽ നവദുർഗമാരെയും 10 ദിക്കുകളിൽ ദശാവതാരങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ എപ്രകാരമാണോ രാവിലെ മുതലുള്ള അതിന്റെ പൂജാതി കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്, അതേ പ്രകാരത്തിൽ രാവിലെ മുതൽ പൂജാതി കർമ്മങ്ങളും അഭിഷേകങ്ങളും രാമായണ പാരായണവും 2 നേരത്തെ ആരാധനയും പൂജയും എല്ലാം ഒരു ക്ഷേത്രത്തിലെ പോലെ തന്നെ രഥത്തിൽ നടക്കുന്നു. അത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായി കൊണ്ട് തന്നെയാണ് ഈ രഥത്തെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ നമുക്ക് നൽകിയ നിർദ്ദേശമനുസരിച്ച് സഞ്ചരിക്കുന്ന ക്ഷേത്രമായിട്ട് ഓരോ ഗ്രാമാന്തരങ്ങളിലും ഇറങ്ങിച്ചെന്നുകൊണ്ട് സനാതന ധർമ്മ സംസ്കൃതിയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് രാമസന്ദേശം സമാജത്തിൽ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന തലമുറയിലേക്ക് ശ്രീരാമന സന്ദേശം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രഥയാത്രയെ സ്വാമി തൃപാദങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്.